വിശുദ്ധ ഖുർആനിൽ സുലൈമാൻ നബിയെ പറ്റി പറയുന്ന അധ്യായം 34 സബയിൽ 12-ാമത്തെ വചനം. സുലൈമാന് കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. അതിൻ്റെ ഒരു കാലത്തെ പോക്ക് 1 മാസത്തെ ദൂരവും അതിൻ്റെ വൈകുന്നേരത്തെ വരവ് 1 മാസത്തെ ദൂരവുമാകുന്നു. അദ്ദേഹത്തിന് നാം ചെമ്പുദ്രാവകത്തിൻ്റെ ഉറവ് ഒഴുക്കി കൊടുക്കുകയും ചെയ്തു. തൻ്റെ റബ്ബിൻ്റെ ഉത്തരവനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വച്ച് പ്രവൃത്തിയെടുക്കുന്നവരിൽ ജിന്നുകളിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു. അവരിൽ ജിന്നുകളിൽ നിന്ന് ആരെങ്കിലും നമ്മുടെ കൽപ്പന വിട്ട് തെറ്റിപ്പോകുന്ന പക്ഷം നാം അവന് ജ്വലിക്കുന്ന അഗ്നിയുടെ ഷയിൽ നിന്നും ആസ്വദിപ്പിക്കുന്നതാകുന്നു. എന്താണ് ഖുർആൻ പറയുന്നത്? രാവിലെ മുതൽ ഉച്ചവരേക്ക് 1 മാസത്തെ സാധാരണ യാത്രാ ദൂരം, ഉച്ചയ്ക്ക് ശേഷം രാത്രി വരെ 1 മാസത്തെ യാത്രാ ദൂരം സഞ്ചരിക്കാൻ അള്ളാഹു സുലൈമാൻ നബിക്ക് കാറ്റിൻ്റെ സഹായത്തോടു കൂടി, കാറ്റിൻ്റെ സഹായത്താൽ അദ്ദേഹത്തിൽ കയറി ഉച്ചയാകുമ്പോഴേക്കും തലസ്ഥാനമായ ദമസ്കസിൽ നിന്ന് ഇസ്തഖറിലേക്കും രാത്രിയാകുമ്പോഴേക്കും അവിടെ നിന്ന് കാബൂലിലേക്കും എത്തിയിരുന്നുവെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. സുലൈമാൻ അലൈഹിസ്സലാം കീഴ്പ്പെടുത്തി കൊടുത്ത കാറ്റ് സാധാരണ പോലെയുള്ള കാറ്റായിരുന്നില്ലെന്നും റാസി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് വാസ്തവമാണ് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം അതിന് പറഞ്ഞ ഒരു തെളിവ് ഇതാണ്. ഈ കാറ്റിനെ പറയുമ്പോൾ ഖുർആൻ ഏകവനമായി കൊണ്ട് ജീഹ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അല്ലാത്ത പക്ഷം അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഖുർആൻ അതേ പ്രകാരം ബഹുവചനമായി കൊണ്ട് റിയാഹ് എന്ന് പറയേണ്ടതായി